കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്തബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിൽ പണം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, വയനാടിനെ ഒന്ന് പരാമർശിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഒരു ജനതയോട് നടത്തുന്ന ക്രൂരമായ ഇടപെടലിന്റെ ഭാഗമാണിതെന്നും മന്ത്രി ടി.സി.വിയോട് പറഞ്ഞു. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തത്. കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചൂരൽമലയിലുണ്ടായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് ചൂരൽമലയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമലയിൽ ജനങ്ങളോട് കാണിച്ചത് നിരാശാജനകമെന്ന വാക്കിൽ അവസാനിപ്പിക്കാനാകില്ല. കേരളം കണ്ട സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതിതീവ്രമായിട്ടുള്ള ദുരന്തമുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. IMCTയുടെ നേരിട്ടിട്ടുള്ള സംഘമെത്തി ഇത് അതിതീവ്രമായിട്ടുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചു. ആ ദുരന്തത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയില്ല. അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം. കേരളത്തിനോട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഈ ക്രൂരതയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ കോടതിയിൽ വിധിയുണ്ടാകും. അതിൽ കേന്ദ്രത്തിൽ പോകുന്നവരൊക്കെ ഏത് പൊസിഷനിലിരുന്നാലും അവർ പ്രതിനിധീകരിക്കുന്നത് ഈ കേരളത്തെയാണെന്ന് മറക്കരുത്. അവർ മലയാളിക്ക് വേണ്ടിയാണ് പോകുന്നത് എന്ന് മറക്കരുത്. ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ 2025 ഡിസംബർ 31 മുമ്പ് അവസാനത്തെ ദുരന്തബാധിതരും വീടുണ്ടാക്കി കൊടുക്കുമെന്ന തീവ്രമായിട്ടുള്ള ഇച്ഛാശക്തിയോടെ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണ്. ഇനിയൊന്നും കാത്തിരിക്കാനില്ല. കേരളത്തിന് കിട്ടാവുന്ന എല്ലാ വിഭവങ്ങളെയും നിരത്തി കേരളം ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ബജറ്റുമായി ബന്ധപ്പെട്ട തൃശൂർ MP കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉചിതമല്ല. കേരളത്തിന് കിട്ടിയ ഫണ്ടുകളെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി ബജറ്റിലൂടെ സംസ്ഥാനത്തിന് എന്ത് നൽകിയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. ഒരു സഹമന്ത്രിയുള്ള കേരളത്തിന് വോട്ട് ചെയ്ത് ജയിക്കപ്പെട്ടൊരു സഹമന്ത്രി ഇവിടെ നിന്നാണ്. അദ്ദേഹം തന്നെ വാഗ്ദാനങ്ങളുടെ നേരെ നിരത്തിയിരുന്നു. ഇനിയിപ്പോൾ അനുബന്ധങ്ങളിൽ ഏതെങ്കിലും ഉൾപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം കൂടി വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ തൃശ്ശൂരിനൊന്നും കിട്ടിയില്ല. അതിൽ ദുഃഖമാണുള്ളത്, കടുത്ത ദുഃഖമാണ്. എങ്ങനെ പണം കിട്ടിയാലും തൃശ്ശൂർ നന്നാകണം എന്നാണ് തൃശ്ശൂർക്കാരുടെ ആഗ്രഹം. അപ്പോൾ അത് തൃശ്ശൂരിനോടും കേരളത്തിനോടുമുള്ള പൊതു അവഗണനയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. ഒല്ലൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുപ്പിനുള്ള മാർക്കിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തുടർ നടപടികൾക്കായി 10 അംഗ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ മാർക്കിംഗ് നടപടികൾ ആരംഭിച്ചു. 2 ദിവസം മുമ്പ് ഉത്തരവിലൂടെ തന്നെ നിലവിലുള്ള LAO ജനറൽ ശ്രീമതി ബിന്ദുവിനെ സ്പെഷ്യൽ തഹസിൽദാരായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടി നിയമിച്ചു കഴിഞ്ഞു. അവർക്ക് പുറമെ 10 അംഗങ്ങളുള്ള ഒരു പുതിയ ടീമിനെ ഒല്ലൂരിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മാത്രം നിയന്ത്രിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏറ്റവും വേഗതയിലാണ് പ്രഖ്യാപിച്ച് 1 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പൂർണ്ണമായ ഭൂമി ആർക്കും പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റെടുക്കൽ നടപടികൾ 2025 തന്നെ പൂർത്തിയാക്കി നമ്മൾ റോഡ് നിർമ്മാണത്തിലേക്ക് പോകും. TCV ന്യൂസ്, തൃശൂർ.